13 വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുഎസിലെ ടെക്സസിന്റെ ക്രിസ്മസ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഗ്രേപ്പ് വെയിനിലെ താമസക്കാർ ഇന്നും ഓർക്കുന്നത് 2011 അവർ കണ്ട ഏറ്റവും ക്രൂരമായ ആ ക്രിസ്മസ് സമ്മാനപ്പൊതികളെ കുറിച്ചാണ്. സാന്റാക്ലോസായി എത്തിയ വ്യക്തി തന്റെ ഭാര്യയെയും മക്കളെയും മരുമകളെയും ഭാര്യ സഹോദരിയെയും അവരുടെ ഭർത്താവിനെയും അടക്കം 6 പേരെ വെടിവെച്ച് കൊന്ന ആ ക്രിസ്മസ് രാവ് 2011 ഡിസംബർ 25. അന്ന് ഗ്രേപ്പ് വെയിനിലെ താമസക്കാർ ഉണർന്നത് പോലീസ് വാഹനങ്ങളുടെ നീണ്ട സൈറൻ മുഴക്കം കേട്ടാണ്. പുൽക്കൂട്ടിൽ ദൈവപുത്രനും കുട്ടികൾക്കായുള്ള സാന്റാക്ലോസിന്റെ സമ്മാനപ്പൊതികൾക്കും പകരം അവരെ കാത്തിരുന്നത് സമ്മാന പേപ്പറിൽ പൊതിഞ്ഞ 6 മൃതദേഹങ്ങളും പൊതിയാത്തൊരു മൃതദേഹവുമായിരുന്നു. കുടുംബത്തെ സന്തോഷിപ്പിക്കാനും ഒപ്പം ക്രിസ്മസ് ആഘോഷിക്കാനും എത്തിയ ഭർത്താവ് തന്നെ അയാളുടെ കുടുംബത്തെ മുഴുവൻ വെടിവെച്ചു കൊന്നു. ഇറാനിയൻ വംശജനായ അസീസ് യാസ്ദാൻപാന എന്ന വ്യക്തിയാണ് അന്ന് സാന്റാക്ലോസിന്റെ വേഷത്തിൽ വീട്ടിലെത്തിയത്. കുടുംബത്തെയും കൊന്ന് സ്വയം ജീവനെടുക്കുന്നതിന് മുൻപ് അസീസ് 911 വിളിച്ച് കൊലപാതകത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. അസീസിന്റെ ഫോൺ സന്ദേശം ലഭിച്ച് 3 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്തിയ പോലീസ് കണ്ടത് 6 പേരുടെ മൃതദേഹങ്ങൾ സമ്മാന പേപ്പറിൽ പൊതിഞ്ഞ നിലയിലും ഒപ്പം അസീസിന്റെ മൃതദേഹവുമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ മരുമകളുടെ മൊബൈലിൽ നിന്ന് ഒരു സന്ദേശം കണ്ടെടുത്തു. തന്റെ കാമുകനയച്ച ആ സന്ദേശത്തിൽ തങ്ങൾ വീട്ടിലെത്തിയതേയുള്ളൂവെന്നും സാന്താക്ലോസിന്റെ വേഷത്തിൽ അമ്മാവനും വീട്ടിലുണ്ടെന്നും അദ്ദേഹമാകും ഈ വർഷത്തെ ക്രിസ്മസ് ഫാദറാകാൻ ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു എഴുതിയിരുന്നത്. പക്ഷേ അടുത്ത 20 മിനിറ്റിനുള്ളിൽ അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന അസീസ് ഒഴികെയുള്ളവരെല്ലാം വെടിയേറ്റു മരിച്ചു. ഈ വാർത്ത ചുറ്റുവട്ടത്തുള്ളവരെ ഏറെ ഭീതിയിലാക്കിയിരുന്നു. 911 വിളിച്ച് അസീസ് പറഞ്ഞത് തന്നെ രക്ഷിക്കാനാണ്, ഒപ്പം ഞാൻ ആളുകളെ വെടിവെക്കുകയാണെന്നും. പിന്നാലെ അസീസ് സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. ഇതിനിടെ അസീസ് മരിച്ചു കിടന്ന തന്റെ അളിയന്റെ കയ്യിൽ ഒരു തോക്ക് പിടിപ്പിച്ചിരുന്നു. 3-4 ബുള്ളറ്റുകളാണ് പോലീസ് ഓരോ മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിൽ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അസീസ് മുൻ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ ആയിരുന്നുവെന്നും എന്നാൽ അടുത്ത കാലത്തായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നെന്നും പോലീസ് കണ്ടെത്തി. 2010 അസീസും ഭാര്യയും സംയുക്തമായി പാപ്പർ ഹർജിക്ക് അപേക്ഷിച്ചിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അസീസിന്റെ ഭാര്യ 2 സ്പാകളിൽ ജോലിക്ക് കയറി. പിന്നാലെ കുടുംബ വീട് വിട്ട് ഇവർ 3 കിലോമീറ്റർ അകലെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയിരുന്നെന്നും പോലീസ് കണ്ടെത്തി. പക്ഷെ ഇന്നും അസീസ് എന്തിനാണ് അങ്ങനെയൊരു കൂട്ടക്കൊലപാതകം നടത്തിയതെന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നും ക്രിസ്മസ് അടുക്കുമ്പോൾ ടെക്സാസുകാരുടെ ഓർമ്മകളിലേക്ക് ആ കൊലപാതക ഓർമ്മകൾ കയറി വരും. പിന്നീട് അസീസ് യാസ്ദാൻപാന അറിയപ്പെട്ടത് കില്ലർ സാന്ത എന്ന പേരിലാണ്.